ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. ഡ്രോപ്പ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ക്രിസ്റ്റഫർ ലാൻഡൻ ഡയറക്റ്റ് ചെയ്ത് മേഗൻ ഫാക്കിയും ബ്രണ്ടൻ സ്ക്ലെന്നറും നായകന്മാരായി വരുന്ന സിനിമയാണ് ഡ്രോപ്പ്. മേഗൻ പ്ലേ ചെയ്യുന്ന വയലറ്റ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. ബ്രണ്ടൻ പ്ലേ ചെയ്തിരിക്കുന്നത് ഹെൻറി എന്ന് പറയുന്ന കഥാപാത്രമാണ്. വയലറ്റ് തൻ്റെ വീട്ടിൽ തൻ്റെ മകനോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വിഡോ മദറാണ്. അവരുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം ഹെൻറി അവരുടെ ഫസ്റ്റ് ഡേറ്റിന് ഒരു ഡിന്നറിന് കാണാനായിട്ട് വയലറ്റ് പോകുന്നു. തൻ്റെ മകനെ അനിയത്തി ഏൽപ്പിച്ചതിന് ശേഷമാണ് വയലറ്റ് ഡിന്നറിനേക്ക് പോകുന്നത്. സിറ്റിയിലെ വലിയൊരു റെസ്റ്റോറൻറ്റിലാണ് അവരുടെ ഡിന്നർ നടക്കുന്നത്. ഹെൻറി വരുന്നു. അവർ ടേബിളിലിരുന്ന് ഡിന്നർ കഴിക്കാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിന്നർ കഴിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ വയലറ്റിൻ്റെ ഫോണിലേക്ക് കുറച്ച് മെസ്സേജസ് വരുന്നു. ഒരു റാൻഡം മീംസാണ്, അതായത് അവരുടെ അന്നത്തെ ഡിന്നർ നൈറ്റിനെ പറ്റിയിട്ടുള്ള റാൻഡം മീംസ്. ആദ്യമൊന്നും അതങ്ങനെ കാര്യമാക്കുന്നില്ല. ഹെൻറിയോടും വയലറ്റ് അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഹെൻറി പറയുന്നു ഇത് വലിയ കാര്യമില്ല, സ്കിപ്പ് ചെയ്ത് കളയേണ്ടതേ ഉള്ളൂ, ചുമ്മാ ട്രിക്ക് ചെയ്യുന്നതാണ് ആൾക്കാരെന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ടും അവർക്ക് ആളെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആരാണിത് അയക്കുന്നത് എന്നൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സീരിയസ് ആവുകയാണ്. അതായത് തൻ്റെ വീട്ടിൽ, വയലറ്റിൻ്റെ വീട്ടിൽ, നേരത്തെ പറഞ്ഞാൽ വയലറ്റിൻ്റെ സിസ്റ്ററും കുഞ്ഞായ മകനും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു അറ്റാക്കർ വരുന്നു, അല്ലെങ്കിൽ ഒരു അസാസിൻ വരുന്നു. അവരെ തോക്ക് കാണിച്ച് പേടിപ്പെടുത്തുന്നു. എന്നിട്ട് വയലറ്റിൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നു, തൻ്റെ ഡേറ്റായ ഹെൻറിയെ വധിച്ചില്ലെങ്കിൽ അവരുടെ മകൻ കൊല്ലപ്പെടുമെന്നുള്ളത്. അവർക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ റെസ്റ്റോറൻറ്റിനകത്ത് ആരുടെയും ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്നില്ല. അവരിടയ്ക്ക് വെച്ച് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ മെസ്സേജ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വളരെ ടെൻസ്ഡായിട്ട് ഓഡിയൻസിന് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻറ്റ്സ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ഡ്രോപ്പ്. ക്രിസ്റ്റഫർ ലാൻഡൻ ഹാപ്പി ഡെത്ത് ഡേ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറായിരുന്നു. പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് മൈക്കിൾ ബേ തുടങ്ങി വലിയ ഒരു ഭയങ്കര ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസേഴ്സുള്ള, വലിയ ബിഗ് നെയിം പ്രൊഡ്യൂസേഴ്സുള്ളൊരു മൂവിയാണ്. അപ്പോൾ അങ്ങനെ ആകെ ഒരു ഹിച്ച്കോക്സ് സ്റ്റൈലിലുള്ളൊരു പ്രസൻറ്റേഷനാണ് ഈ സിനിമ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമയുടെ ലാസ്റ്റ് വരെയും ആ ഒരു ത്രില്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ഓവറോൾ റിവ്യൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞ പോലെ വളരെ ടെൻസ്ഡായിട്ടും എഡ്ജ് ഓഫ് ദ സീറ്റും ഒക്കെ പോകുന്നൊരു സിനിമ, അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സിൽ കംപ്ലീറ്റ് സാധനങ്ങളും പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുക എന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് സാധനങ്ങളുടെയും ഗ്രാഫ് താഴോട്ട് പോകുന്ന നിലയിലാണ്. വളരെ പെട്ടെന്ന് ക്ലൈമാക്സിലോട്ട് വന്ന പോലെ. അതും ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച സംഭവമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി കണ്ടും അടുത്ത ഒരു പാറ്റേണും ഒരു വില്ലനും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ട്രെയിലറിനപ്പുറം, അല്ലെങ്കിൽ ഇതൊരു ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് എൻജോയ്മെൻറ്റ് തരാനായിട്ട് ഈ സിനിമയ്ക്ക് നമുക്ക് സാധിച്ചില്ല. ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഇതെല്ലാം വളരെ നല്ല രീതിയിലാണ്. ചില നമ്മുടെ മലയാള സിനിമകളിലൊക്കെ ഇനി ഒരുപക്ഷെ കണ്ടിരിക്കാവുന്ന പുതിയ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷനും ഒരു ക്യാരക്ടർ ഫോക്കസിങ്ങും ഒക്കെ ഉണ്ട്. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഒരു 45 മിനിറ്റ്സ്, ഒരു 1 ഹവറിനും അപ്പുറം ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. ക്ലൈമാക്സ് ഒരു പരാജയമായിരുന്നു. വളരെ യൂഷ്വൽ ടൈപ്പിലുള്ള ഒരു ക്ലൈമാക്സ്, അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് വരുന്ന സംഭവം, ക്ലൈമാക്സ് പിന്നെ ഓക്കെയാണ്, പക്ഷേ ക്ലൈമാക്സിലോട്ട് എത്തുന്ന കുറച്ച് ഈവൻറ്റ്സ് വളരെ യൂഷ്വൽ പാറ്റേണിലുള്ളത് ആയിപ്പോയി. ഒരു 100-250 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സംഭവം ഈ പടത്തിനില്ല. നമുക്കൊരു OTT വാച്ചിന് കാണാൻ പറ്റുന്ന സാധനമുള്ളൂ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള സാധനം ഈ സിനിമയ്ക്കകത്തില്ല. പക്ഷേ നല്ലൊരു വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഒരു മോശം സിനിമയല്ല, പക്ഷേ ഒരു ഓക്കേഷ് മൂവിയാണ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.